ഞങ്ങളെ ഒന്ന് പാലക്കാട് കാണിക്കാമോ? ബസ്സിൽ കയറ്റാമോ? ഇതായിരുന്നു അട്ടപ്പാടിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ കാടിനുള്ളിൽ പാർക്കുന്ന ആ കുട്ടികൾ ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞത് മമ്മൂട്ടിയാണ്. അങ്ങനെ ആ കുട്ടികൾ പാലക്കാടല്ല, കൊച്ചി എന്ന മഹാനഗരത്തിലെത്തി. മെട്രോയിൽ കയറി. ഒടുവിൽ വിമാനം പറക്കുന്നത് കണ്ടു. അതിനെ തൊട്ടു. ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നം കാണാതിരുന്ന ആ നിമിഷത്തിൽ അവർ ഒറ്റ സ്വരത്തിൽ വിളിച്ചത് ഒരേയൊരു പേര്: മമ്മൂക്ക. പാലക്കാട് അട്ടപ്പാടിയിലെ ആനവായ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള 19 വിദ്യാർത്ഥികളും 11 അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് മമ്മൂട്ടിയുടെ അതിഥികളായി കൊച്ചി മെട്രോയും നെടുമ്പാശ്ശേരി വിമാനത്താവളവും ആലുവ രാജഗിരി ആശുപത്രിയും സന്ദർശിച്ചത്. നടൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് വിനോദയാത്ര സംഘടിപ്പിച്ചത്. പാലക്കാട് കാണാൻ ആഗ്രഹിച്ച കുട്ടികളെ കൊച്ചി കാണിക്കാനും മെട്രോയിൽ കയറ്റാനും വിമാനത്താവളത്തിൽ കൊണ്ടുപോകാനും നിർദ്ദേശിച്ചത് മമ്മൂട്ടിയാണ്. രാത്രി പാലക്കാട് നിന്ന് എറണാകുളത്തെത്തിയ സംഘം കളമശ്ശേരി ജ്യോതിർഭവനിൽ താമസിച്ച് അടുത്ത ദിവസം അതിരാവിലെ 7 മണിയോടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷനിലെ എസ്കലേറ്ററും മെട്രോ ട്രെയിനും കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ അത്ഭുത കാഴ്ചകളായി. കളമശ്ശേരിയിൽ നിന്ന് മെട്രോയിൽ ആലുവയിലെത്തിയ സംഘം തുടർന്ന് ടൂറിസ്റ്റ് ബസ്സിൽ കയറി രാജഗിരി ആശുപത്രിയിലേക്ക്. അവിടെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവർ റോബോട്ടിക് സർജറിയുടെ വിസ്മയലോകം നേരിൽ കണ്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പരിമിതമായ അട്ടപ്പാടിയിലെ കുട്ടികൾക്ക് റോബോട്ടിനെ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ എന്നത് അമ്പരപ്പിക്കുന്ന അനുഭവമായിരുന്നു. രാജഗിരി ആശുപത്രിയിലെ റോബോട്ടിക് ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ രവികാന്ത് R കുട്ടികൾക്ക് റോബോട്ടിനെ കുറിച്ചും അതിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും വിശദീകരിച്ചു നൽകി. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ റോബോട്ടിക് യന്ത്രം കൈകൾ ചലിപ്പിക്കുന്നത് കുട്ടികൾ കൗതുകത്തോടെ നോക്കി നിന്നു. ആശുപത്രി സന്ദർശനത്തിന് ശേഷമായിരുന്നു വിമാനത്താവള കാഴ്ച. മെട്രോ ഫീഡർ ബസ്സിലായിരുന്നു നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്ര. വിമാനങ്ങൾ ഇറങ്ങുന്നതും പറന്നുയരുന്നതും സന്ദർശക ഗാലറിയിൽ നിന്നുകൊണ്ടവർ ആസ്വദിച്ചു. പിന്നീട് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന അതീവ സുരക്ഷാ മേഖലയിൽ കയറി പ്രവർത്തന രീതികളെക്കുറിച്ച് മനസ്സിലാക്കി. അവിടെ വെച്ച് നടൻ മമ്മൂട്ടിയുടെ ഇന്നത്തെ പിറന്നാളിന് മുന്നോടിയായി പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന കേക്ക് മുറിച്ച് കുട്ടികൾ ജന്മദിനാഘോഷം നടത്തി. രാജഗിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പിള്ളിയും കെയർ ആൻഡ് ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യനും കുട്ടികളും ചേർന്നാണ് കേക്ക് മുറിച്ചത്. തന്റെ പ്രതിനിധിയായി യാത്രയിൽ പങ്കുകൊള്ളാൻ മമ്മൂട്ടി സന്തത സഹചാരിയായ S ജോർജിനെ ചെന്നൈയിൽ നിന്ന് അയച്ചിരുന്നു. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഡയറക്ടർ റോബർട്ട് കുര്യാക്കോസും ഒപ്പമുണ്ടായിരുന്നു. അവസ്മരണീയമായ യാത്രയ്ക്കൊടുവിൽ മമ്മൂട്ടിയുടെ സ്നേഹം അവരുടെ നാവിൽ മധുരമായി നിറഞ്ഞു. അടുത്ത തവണ വിമാനയാത്രയ്ക്ക് ഒരുക്കാമെന്നാണ് അദ്ദേഹം ഇവർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. സൈലന്റ് വാലിയുടെ അടുത്ത ഉള്ള വനത്തിനുള്ളിലുള്ള ഒരു സ്കൂളാണ്. ഇവിടുത്തെ കുട്ടികൾ ആദ്യമായിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത്. മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടി സ്പോൺസർ ചെയ്ത ഈ യാത്ര നമ്മുടെ കുട്ടികൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്കെല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവിധ ജന്മദിന ആശംസകളും അർപ്പിക്കുന്നു. ഗുളിക കഴിച്ചില്ലേ? അപ്പം അങ്ങനെ ഗുളിക കഴിക്കുമ്പോൾ ചിലത് മാറും. ഗുളിക കഴിച്ചാൽ മാറാത്ത അസുഖങ്ങൾക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് അതിന് ഓപ്പറേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്ക്, സർജനക്ക് ഒരു സഹായിക്കാനായിട്ട്, നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടില്ലാതെ സേഫായിട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് റോബോട്ടിക് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. എത്ര പേർക്ക് പഠിച്ച് ഡോക്ടർ ആവണം? ഡോക്ടറായി പഠിക്കാൻ ആർക്കും കൈ വയ്ക്കുക. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ എല്ലാ വർഷവും സ്കൂളുകൾ സന്ദർശിക്കുകയും പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും പഠനോപകരണങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ട്. മമ്മൂട്ടി ആരാ? പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കൂടയുമെടുത്ത് ചെറുഞാറു നടന്നു.
ഞങ്ങള് ട്രെയിനിൽ കയറി വിമാനം കണ്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. താങ്ക് യു. ഇങ്ങനൊരു ടൂർ പ്ലാൻ ചെയ്തതിന് വളരെയേറെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് മെട്രോയ്ക്ക് കയറുന്നത്, എയർപോർട്ടിലൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ടൂറും പ്ലാൻ ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവരൊരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ മെട്രോയിൽ കയറാൻ പറ്റിയതും എയർപോർട്ടിൽ കയറാൻ പറ്റിയതും ഒരുപാട് സന്തോഷം. മമ്മൂക്ക സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞു. അത് കൂടാതെ തന്നെ സാറിന് ഇന്ന് ജന്മദിനാശംസകളാണ്. അത് ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിൽ എൻ്റെ പേരിൽ 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.